നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. നിഫ്റ്റി അങ്ങനെ നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഇന്ന് സെൻസെക്സിൻ്റെ എല്ലാം തന്നെ കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ചെറിയൊരു ട്രബിളായ രീതിയിലാണ് മാർക്കറ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ ഒരു ഗ്യാപ്പ് അപ്പ്, ആ ഒരു പോയിന്റുകളൊന്നും തന്നെ ചോർന്നു പോകാതെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് സാധിച്ചു. നിഫ്റ്റി 1%, സെൻസെക്സും 1%, ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 0.65% ഒരു റാലി ആണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. എസ്പെഷ്യലി PSU ബാങ്കിങ് കമ്പനീസ് ഏകദേശം 2%-ലേറെ റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമുക്ക് ആദ്യം കാണാം. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് ഏകദേശം ഒരു 310 പോയിന്റിന്റെ ഒരു റാലി ഉണ്ടാക്കി, അതായത് ഗ്യാപ്പ് അപ്പ് ഉണ്ടാക്കി നിഫ്റ്റി ഓപ്പൺ ചെയ്യുകയും ഗ്യാപ്പ് അപ്പിലെ പോയിന്റുകൾ ചോർന്നു പോകാതെ കൺസോൾഡേറ്റ് ചെയ്യുകയും ചെയ്തു. 24,363 നിഫ്റ്റിയുടെ ക്ലോസിംഗ് നമ്മൾ കണ്ടത്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ഐഷർ മോട്ടോഴ്സ്, ONGC, ശ്രീറാം ഫിനാൻസ്, ടെക്കം, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനീസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ BPCL, HDFC ലൈഫ്, കൊട്ടാക് ബാങ്ക്, സൺ ഫാർമ, ഡിവിസ് ലാബ് തുടങ്ങിയ കമ്പനീസിൽ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് നേരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റും കൊറിയയും ചൈനയും ഓസ്ട്രേലിയയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് കാണാൻ സാധിച്ചു. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $2,427 പെർ ഔൺസിനും, ബ്രന്റ് ഓയിൽ 79, ബിറ്റ്കോയിൻ തിരികെ എത്തി 60,000, അതായത് 3,283 പോയിന്റിന്റെ റാലി ബിറ്റ്കോയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതീവ വോളറ്റിലായ രീതിയിലാണ് ബിറ്റ്കോയിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രേഡ് രേഖപ്പെടുത്തി പോയത്. അപ്പോൾ എന്താണ് ഈ ഒരു റാലി തിരിച്ചു വരുന്നതിന് കാരണം? ഒരു ദിവസം കൊണ്ടുണ്ടായ മാന്ദ്യസാധ്യത ഒരു ദിവസം കൊണ്ട് തിരിച്ച് മാന്ദ്യമില്ല എന്നുള്ള രീതിയിലല്ല മാർക്കറ്റ് കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം യുഎസിൽ നിന്നും ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വന്നു. യുഎസിലെ തൊഴിലില്ലാത്ത ആളുകൾ അവരുടെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ജോബ്ലെസ് ക്ലെയിം ഡേറ്റ ഫോൾ ആയിട്ടുള്ളത് ജോബ് മാർക്കറ്റ് ഒരു പോസിറ്റീവായ രീതിയിൽ കണക്കാക്കുന്നു. കുറച്ച് അധികം ഓവർസോൾഡ് ആയിട്ടുള്ള US മാർക്കറ്റിൽ ആ ഒരു ശുഭവാർത്ത പെട്ടെന്നൊരു ബൈയിങ് ആണ് കണ്ടത്. US മാർക്കറ്റ് ഇന്നലെ ശക്തമായിട്ട് US മാർക്കറ്റിൽ നാസ്ഡാക്കും ഡോയും S&P 500 നല്ലൊരു റാലി രേഖപ്പെടുത്തിയപ്പോൾ ഒരു പോസിറ്റീവായിട്ടൊരു ട്രിഗറിന് വെയിറ്റ് ചെയ്ത ഇന്ത്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി നമ്മളെ മാർക്കറ്റ് ഇന്നലെ ക്ലോസിങ്ങിന് ശേഷം ഏകദേശം 300 പോയിന്റിലേറെ റാലി രേഖപ്പെടുത്തി. നമുക്ക് രാവിലെ ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി. കൂടാതെ തന്നെ FISന്റെ ഭാഗത്തു നിന്ന് സെല്ലിംഗ് പ്രഷർ ഇല്ലാത്തത് കൊണ്ട്, കൂടാതെ തന്നെ റീറ്റെയിലേഴ്സ് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവരും കാത്തിരിക്കുകയാണ്. കുറേ നാളായിട്ട് നല്ലൊരു മൂവ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ റീറ്റെയിലേഴ്സും ബൈ ചെയ്തത് കൊണ്ട് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും ഫർദറായിട്ട് കണ്ടില്ല. അതായത് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. വെള്ളിയാഴ്ച ദിവസമാണ്, 2 ദിവസം മാർക്കറ്റ് അവധിയാണ്. മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. US മാർക്കറ്റിൽ ആ ഒരു റിസഷൻ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് കൂടിയും നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും ഇന്ന് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള മാർക്കറ്റിൽ കണ്ട ഒരു കാര്യം. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കൊച്ചിയിൽ നമ്മളുടെ സെൻറ്ററിൽ ഇരുന്ന് ഓഫ്ലൈനായിട്ടും ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ നമ്മളുടെ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഫീസും അതിൻ്റെ കണ്ടൻറ്റും ആ കോഴ്സിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചാറ്റ് ബോട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമായത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. കൂടാതെ തന്നെ അവസാനം നമ്മുടെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും അതിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് കമൻറ്റിലുണ്ട്. ഇനി സ്റ്റോക്കിൻ്റെ കുറച്ച് വാർത്തകളിലേക്ക് വരുമ്പോൾ NBCCയുടെ സ്റ്റോക്ക് ന്യൂസാണ്. NBCC ഇന്ന് 11% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഏകദേശം 15,000 കോടി രൂപയുടെ ഒരു വലിയൊരു ഓർഡർ ശ്രീനഗർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഒല IPO ലിസ്റ്റിങ്ങിന് ശേഷം ശക്തമായ ഒരു ബൈങ് കണ്ടു. ഏകദേശം ഒരു 20% ഒരു അപ്പർ സർക്യൂട്ട് കണ്ടു. ട്രെൻഡ് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു ടെക്സ്റ്റൈൽസ് കമ്പനിയാണ്. വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, വെസ്റ്റ് സൈഡ്. അപ്പോൾ അവരെല്ലാം തന്നെ മാനേജ് ചെയ്യുന്ന ട്രെൻഡാണ്. അപ്പോൾ അവർ നെറ്റ് പ്രോഫിറ്റ് 131% ഉയർന്നു, 342 കോടി രൂപ. റവന്യൂ 57% ഉയർന്നു. MMTC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 14 കോടി രൂപയിൽ നിന്ന് 32 കോടി രൂപയിലേക്ക് ഉയർന്നു. എഞ്ചിനീയേഴ്സ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 140 നിന്ന് 91 കോടി രൂപ പ്രോഫിറ്റ്. M&M ഇവർ ചൈനയിലുള്ള ഷങ്സ് ബിൽഡിംഗ് കമ്പനിയായിട്ട് ഗുജറാത്തിൽ ഇവരുടെ ഒരു പുതിയ പ്ലാന്റ് $3 ബില്യൺ വലിയൊരു ഹ്യൂജ് പ്ലാന്റ് ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതി ഉണ്ട് എന്നുള്ള ന്യൂസ് വന്നു. ബർജർ പെയിൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 354 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. കഴിഞ്ഞ തവണ ഇതേ പ്രോഫിറ്റാണ് ഉണ്ടായിരുന്നത്. സൂര്യരോഷിനി കമ്പനി ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തിയ ഒരു കമ്പനിയാണ്. അവർ 59 കോടി രൂപയിൽ നിന്ന് 92 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതാണ് കാരണം.
ചോളമണ്ഡൽ ഫിനാൻസ് കമ്പനി 370 കോടി രൂപയിൽ നിന്ന് 550 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റോളക്സ് റിംഗ് കമ്പനി 48 കോടി രൂപയിൽ നിന്ന് 50 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. പൈസാലോ കമ്പനി 37 നിന്ന് 41 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. IRB ഇൻഫ്ര കമ്പനി 134 നിന്ന് 140 പ്രോഫിറ്റ് ഉയർത്തി. ഗ്രാസിം ഇന്ന് ലോസാണ്, 52 കോടി രൂപ ലോസ് കമ്പനി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ തവണ 355 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായതാണ്. കമ്പനി ഇന്ന് ഇടിഞ്ഞിട്ടില്ല, കാരണം ലോസ് ഉണ്ടായിട്ടുള്ളത് ഇവരുടെ പെയിൻറ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതുകൊണ്ടാണ് കമ്പനി ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗോൾഡിയം ഇൻ്റർനാഷണൽ കമ്പനി ഡയമണ്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. 17 കോടി രൂപയിൽ നിന്ന് 22 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇൻഫോ എഡ്ജ് കമ്പനി 99 ഏക്കർ പോലെയുള്ള ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ നൗക്കരി തുടങ്ങിയ ജോലി സംബന്ധമായിട്ടുള്ള സെർച്ച് എഞ്ചിൻസിൽ തന്നെ ഇവർ മാനേജ് ചെയ്ത കമ്പനിയാണ് ഇൻഫോ എഡ്ജ്. നെറ്റ് പ്രോഫിറ്റ് 210 നിന്ന് 232 കോടി രൂപയിലേക്ക് ഉയർന്നു. 2 ദിവസം അവധിയാണ്. മാർക്കറ്റിൽ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മൾ വേറെ രീതിയിൽ ന്യൂസുകൾ ചെയ്യാനായിട്ട് ഒരു പദ്ധതിയുണ്ട്. അതായത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ ആ സംശയങ്ങൾ ഈ ഒരു സമയം കഴിഞ്ഞിട്ട്, അതായത് നമ്മളെല്ലാ ന്യൂസുകളും ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളൊരു Q&A, എല്ലാ ദിവസവും Q&A സെക്ഷൻ ആരംഭിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞായറാഴ്ച മുതൽ നമ്മളത് തുടങ്ങാനായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്, സമയമൊക്കെ നോക്കിയതിന് ശേഷം. അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് അങ്ങനെ ഒരു സജഷൻ വെച്ചു. ആക്ച്വലി നമുക്കൊരു Q&A സെക്ഷൻ ഉണ്ടായിരുന്നു, എല്ലാ ശനിയാഴ്ചയായിരുന്നു Q&A. അപ്പോൾ അത് നമ്മൾ മുടങ്ങാനായിട്ടുള്ള പ്രധാന കാരണം ഉണ്ടായിരുന്നു. കാരണം Q&Aയിൽ ആളുകൾ മിനിമം ഞാൻ ആ Q&Aയുടെ ആ ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മിനിമം ഒരു 500-ലധികം സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. 500-ലധികം കമൻറ്റൊന്നും നമുക്കില്ല, പക്ഷേ സംശയങ്ങൾ 500 അതിലുണ്ട്. അതിൽ ഏകദേശം ഒരു 300-ലധികം കമൻറ്റും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാമോ, ഈ സ്റ്റോക്ക് വിൽക്കാമോ, ഈ സ്റ്റോക്ക് റാലി ചെയ്യുമോ, അങ്ങനെയുള്ള സംശയങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് നിയമവിരുദ്ധമാണ്. അങ്ങനെയുള്ള സംശയങ്ങളും ചോദിക്കുന്നതും പറയുന്നതും എല്ലാം തന്നെ. നമ്മുടെ ന്യൂസ് ചാനലാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ Q&A നിർത്തിയത്. അപ്പോൾ Q&A നമ്മൾ തുടങ്ങാം. നിങ്ങളുടെ ടെക്നിക്കൽ സംശയങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. പക്ഷേ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യേണ്ട. ഞായറാഴ്ച മുതൽ നമുക്കത് തുടങ്ങാം. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞായറാഴ്ച നമുക്കത് ന്യൂസിൽ, നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ 2 ദിവസം അവധി, വീക്കെൻഡാണ്, എൻജോയ് ചെയ്യുക. മാർക്കറ്റിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കുക. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വീക്കെൻഡുകൾ ട്രേഡിംഗ് ഇല്ല എങ്കിലും പഠന വിധേയമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. നാളെ ഒരു ഔട്ട് ഓഫ് ടോപ്പിക് വീഡിയോ ആയിട്ട് എത്താം. ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു, നല്ലൊരു വീക്കെൻഡ് നേരുന്നു. താങ്ക് യു ഓൾ.